അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് കുറച്ച് അല്ലറ ചില്ലറ പരിപാടി ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഒരു മര്യാദയ്ക്ക് അടങ്ങി നിൽക്കാത്തൊരു ദിവസമാണ്. ഫുള്ള് പണിയും കാര്യങ്ങളൊക്കെ ഇനി പിന്നെ കിണറിൻ്റെ പണിയാണ് ഇപ്പം വീട്ടിൽ നടന്നുകൊണ്ടിരിക്കണത്. അപ്പം ഇന്ന് കിണറിൽ റിങ് ഇറക്കണമൊക്കെ പരിപാടിയായിരുന്നു. അപ്പം അതിന് പണിക്കാർക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഒരു ദിവസമായിരുന്നു. ഒരു ഒഴിവില്ലാത്ത ദിവസം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ കിണർ പണിയൊക്കെ അല്ലേ, അപ്പം ഉമ്മാൻ്റെ കുടിത്തോളൊക്കെ വന്നിട്ടോല് കിണർ കാണാനൊക്കെ വന്നതാണ്. അപ്പം കിണറിൻ്റെ പണി ഇപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇതൊന്നുമില്ല. അപ്പം ഓലിങ്ങനെ വെറുതെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞും കളിച്ചും ചിരിച്ചും അങ്ങനെ കടന്നു ഉരുണ്ടും ഒക്കെ വർത്തമാനം പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. ഓരോന്ന് മുട്ടായിയൊക്കെ തിന്ന് ഓരോന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ കിണറിൻ്റെ ആ ഒരു പരിപാടി. കിണർ റിങ്ങിടും താഴ്ത്തും അങ്ങനെ ഫുള്ള് പണിയാണ്. അത് കാണുമ്പോൾ തന്നെ ഭയങ്കര. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ തോന്നും സൗണ്ടിന് എന്തൊക്കെ മാറ്റങ്ങളുണ്ടെന്ന് തോന്നും. സാധാരണ ഞാനല്ല സൗണ്ട് വോയിസ് ഓവറൊന്നും കൊടുക്കല്. ഇപ്പം ഇൻട്രോ കൊടുത്തത് വേറെ സൗണ്ടാണെന്ന് വിചാരിക്കുന്നുണ്ടാവും. അതന്നെ ഞാൻ എങ്ങനെയൊക്കെ പറഞ്ഞ് കൊടുപ്പിച്ചതാണ്. സാധാരണ വോയിസ് ഓവർ കൊടുക്കണ ആൾക്ക് ഇന്ന് സുഖമില്ലാതെ ചെറുതായിട്ടൊരു സുഖക്കമ്മി ഉണ്ട്. അപ്പോൾ ആളിന്ന് ഒന്നിനും തയ്യാറല്ല. അപ്പോൾ പിന്നെ ഞാനെടുത്തതാണ്. അപ്പോൾ പിന്നെ ബിരിയാണിക്കായി ആ ഒരു സ്മെല്ലൊക്കെ വന്നപ്പം പിന്നെ ഫുൾ അടുക്കളയിലേനി. പിന്നെ അടുക്കളയിലൊക്കെ തന്നെയേനി. പിന്നെ കഴിഞ്ഞിട്ട് ദമ്മൊക്കെ പൊട്ടിച്ച് അതിങ്ങനെ കണ്ടിരിക്കുകയാണ്. ഇവിടെ അപ്പുറത്തുനിന്ന് ഒരാൾ ട്രോളിനുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റോപ്പാക്കിയാണ്. ഞാൻ പറയണതിനനുസരിച്ച് ഇന്നിങ്ങനെ ട്രോളാൻ നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ പിന്നെ എല്ലാവരും പാടെ നിലത്തിരുന്നാണ്ടാണ് കേട്ടോ ഫുഡ് കഴിക്കണേ. അതൊരു എല്ലാവരും വട്ടത്തിലൊക്കെ ഇരുന്ന് സംസാരിച്ച് ഒക്കെ ആ ഒരു വൈബിൽ ഇങ്ങനെ ഓരോന്നിങ്ങനെ കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞ നല്ല രസത്തിൽ ഇങ്ങനെ തിന്നാണ് കേട്ടോ ഇങ്ങനെ. അപ്പം ഇവിടെ നിങ്ങൾ കേട്ടില്ലേ അങ്ങനെ അപ്പുറത്ത് നിന്നാണ്ട് ഇന്നെങ്ങനെ ഓരോ ചെയ്യിപ്പിച്ചാണ്. അപ്പം എനിക്ക് വർത്താനം പറയാൻ കഴിയുന്നില്ല ഗൈസ്. പിന്നെ ഓരൊക്കെ പോയിട്ടോ ഓല് വന്നാണ്ട് പോകുമ്പോൾ ഭയങ്കര ഇടങ്ങാറാട്ടോ. കാരണം പെട്ടെന്നൊരു ഇടിമയും ഭയങ്കര ശക്തമായിട്ട് വന്ന് പെട്ടെന്ന് നിൽക്കണ പോലെ തോന്നും. കാരണം ഭയങ്കര ഇല്ലാട്ടോ ഉണ്ട് ഡേഴ്സ്. അപ്പോൾ ഭയങ്കര ഗതിയാണ് കേട്ടോ ഓല് പോകുമ്പോൾ. കുട്ടികളല്ല, അപ്പോൾ ഓല് പോകുമ്പോൾ ഭയങ്കര ഗതിയാണ്. പിന്നെ ഒക്കെ കഴിഞ്ഞ് രാത്രി ആയിക്കണം കേട്ടോ. രാത്രിയൊക്കെ കഴിഞ്ഞ് മുറ്റത്ത് കണ്ടെത്തിയപ്പോൾ മുറ്റത്തേക്കല്ല ചായ കുടിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഗൈസ് ആൻറ്റിൻ്റെ അടുത്തോലൊക്കെ വന്നീനി. അപ്പോൾ പിന്നെ ഓലൊക്കെ പോയി. ഓലൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ആ ഒരു തിരക്കിലേനി. കാരണം ആ ഒരു തിരക്കിലേനി. പിന്നെ അങ്ങനെ ചായയൊക്കെ കുടിച്ച് എല്ലാം കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞിട്ട് വെറുതെ സിറ്റ് ഔട്ടിലൊന്നും ഇരിക്കാറിന് വന്നതാണ്. മുറ്റം കാണാൻ കഴിയാത്ത അവസ്ഥയാണ് ഗൈസ്. ആകെ അലങ്കോലായി. അപ്പം പിന്നെ ഞങ്ങൾ മൂന്നാൾക്കാരും കണ്ടോ കിണർ റിങ് മേലൊക്കെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഭയങ്കര പേടിയാണ്. പിന്നെ കഴിഞ്ഞ് വേസ്റ്റും കാര്യങ്ങളൊക്കെ കത്തിച്ച് ഇപ്പോൾ പിന്നെയും കുഴപ്പമില്ലാന്ന് പറയാം. മുറ്റമൊക്കെ കുറച്ചൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. കാരണം ഓരോ റിങ് എടുക്കുമ്പോഴും അതിൽ കുറേ കാലം റിങ് മുറ്റത്ത് ഇങ്ങനെ നിന്ന് കേട്ടോ. കുറേ കാലത്തിന് ശേഷമാണ് നോമ്പൊക്കെ കഴിഞ്ഞാണ്. പിന്നെ കഴിഞ്ഞിട്ട് രാത്രിയും ഫുഡൊക്കെ കഴിച്ച് ബിരിയാണി തന്നെയായിരുന്നു. അപ്പം ഫോണൊക്കെ കണ്ടിങ്ങനെ ഉച്ചക്കത്തെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബായ്.